Hi everyone, welcome back to Wisdom Academy classes. So നമ്മൾ ഇനി പോകുന്നത് 3 മാർക്ക് ക്വസ്റ്റ്യൻസിലേക്കാണ് കേട്ടോ. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൽ 3 മാർക്ക് സെഷനിലേക്കാണ്. ആപ്ലിക്കേഷൻസ് ഓഫ് ട്രിഗ്നോമെട്രി എന്ന് പറഞ്ഞിട്ടുള്ള ചാപ്റ്റർ ആണ് ഓൺഗോയിങ് ആയിട്ട് എടുത്തുകൊണ്ടിരിക്കുന്നത്. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ MCQയും 2 മാർക്ക് ക്വസ്റ്റ്യൻസും ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളതാണ്. എല്ലാവരും നന്നായി തന്നെ പ്രിപ്പയർ ചെയ്യുക. ടെക്സ്റ്റ് ബുക്സ് മാത്രം പഠിച്ചാൽ പോരാ, എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് റെഫർ ചെയ്ത് നന്നായി തന്നെ പ്രിപ്പയർ ചെയ്യുക കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളുടെ ഫസ്റ്റ് 3 മാർക്ക് ക്വസ്റ്റ്യൻ. From a point on a bridge across a river, the angle of depression of banks on opposite sides of the river are 30 degree and 45 degree respectively. അതായത് താഴെ ഒരു റിവർ പോകുന്നുണ്ട്, മുകളിൽ കൂടെ ഒരു ബ്രിഡ്ജ് പോകുന്നുണ്ട്. ബ്രിഡ്ജിന്റെ മുകളിൽ നമ്മൾ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ വി ക്യാൻ ഒബ്സർവ് എയ്തർ ഓപ്പോസിറ്റ് ബാങ്ക്സ് അല്ലെ. ഇവിടെ ഇരിക്കുന്ന കാര്യം ഒബ്സർവ് ചെയ്യാം, ഇവിടെ ഇരിക്കുന്ന കാര്യം ഒബ്സർവ് ചെയ്യാം. അപ്പൊ അതാണ് പറഞ്ഞിട്ടുള്ളത്. ഒരു ബ്രിഡ്ജിൽ നിന്ന് രണ്ട് ഓപ്പോസിറ്റ് ബാങ്ക്സിലേക്കുള്ള ഡിപ്രഷൻ ആംഗിൾ ആണ് ആക്ച്വലി പറഞ്ഞിട്ടുള്ളത്. സോ ഇതാണ് നമ്മളുടെ പി എന്ന് പറഞ്ഞിട്ടുള്ള പോയിന്റിലാണ് ബ്രിഡ്ജ് എന്നുണ്ടെങ്കിൽ ബ്രിഡ്ജസ് അറ്റ് 3 മീറ്റർ ഹൈറ്റ് ഫ്രം ദ റിവർ. അപ്പൊ ഇതാണ് നമ്മളുടെ റിവർ. ഓക്കെ, AB ആണ് നമ്മളുടെ എന്തായിട്ട് വരുന്നത്, റിവർ ആയിട്ട് വരുന്നത്. ഈ പി എന്ന് പറഞ്ഞിട്ടുള്ള പോയിന്റിലാണ് ആക്ച്വലി എന്ത് വരുന്നത്, ബ്രിഡ്ജ് വരുന്നത്. ഈ ബ്രിഡ്ജിൽ നിന്ന് ഓപ്പോസിറ്റ് ബാങ്ക്സിലേക്ക് നമ്മൾ എന്ത് ചെയ്യാണ്, ഒബ്സർവ് ചെയ്യാണ്. സോ ഡിപ്രഷൻ ആംഗിൾസ് 30 ഡിഗ്രി ആൻഡ് 45 ഡിഗ്രി. അതാണ് ഇവിടെ നമ്മൾ മാർക്ക് ചെയ്തിട്ടുള്ളത്. ഈ ബ്രിഡ്ജ് 3 മീറ്റർ അബവ് ആയതുകൊണ്ട് തന്നെ നമ്മൾ 3 മീറ്റർ എന്ത് ചെയ്യുന്നു, ഇവിടെ ഒരു ലെങ്ത് മാർക്ക് ചെയ്യുന്നു. ഓക്കെ, അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മളുടെ ഈ ഒരു ഫിഗർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓപ്പോസിറ്റ് സൈഡ് ആണെന്നുള്ളത് മാത്രം ഓർത്തിരുന്നാൽ മതി. അപ്പൊ ഇങ്ങനെ വേണം നിങ്ങൾ എന്ത് ചെയ്യാനായിട്ട്, വരയ്ക്കാനായിട്ട്. ഓക്കെ, ഇത് അനാലിസിസ് ചെയ്യുമ്പോൾ നമ്മളുടെ അടുത്ത് പറഞ്ഞിട്ടുള്ളത് ഫൈൻഡ് ദ വിഡ്ത്ത് ഓഫ് ദ റിവർ എന്നാണ്. വിഡ്ത്ത് ഓഫ് ദ റിവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ AB ആണ് ഇവിടെ എന്ത് ചെയ്യാനുള്ളത്, കാൽക്കുലേറ്റ് ചെയ്യാനുള്ളത് കേട്ടോ. ഒറ്റയടിക്ക് നമുക്ക് AB കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റില്ല. സോ നമ്മൾ സ്പ്ലിറ്റ് ചെയ്തിട്ടാണ് ഇവിടെ എന്ത് ചെയ്യാൻ പോകുന്നത്, AB കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത്. സോ ഇൻ ട്രയാങ്കിൾ ADP, അറിയാവുന്ന ആൾക്കാർ വീഡിയോ പോസ് ചെയ്ത് തന്നെ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. ആൻസർ മാത്രം ഇവിടെ ചെക്ക് ചെയ്താൽ മതി. PD by AD is equal to tan 30. PD 3 ആണ്. 3 division tan 30 is equal to AD, or 3 division tan 30 എത്രയാണ്, 1 by root 3 ആണ്, is equal to AD എന്ന് കിട്ടി. or AD is equal to 3 root 3 മീറ്റർ എന്ന് കിട്ടി. റെസിപ്രോക്കൽ മൾട്ടിപ്ലിക്കേഷൻ എടുക്കുമ്പോൾ root 3 നേരെ മുകളിലേക്കാണ് വരുന്നത്. നെക്സ്റ്റ് എന്താണ്, ഇൻ ട്രയാങ്കിൾ BDP, PD by BD is equal to tan 45. tan 45ന്റെ വാല്യൂ എത്രയാണ്, 1 ആണ്. സോ PD is equal to BD. ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസന്റ് സൈഡ് എന്താണ്, tan ആണ്. സോ PD by BD equal to tan 45. PD equal to BD equal to 3 മീറ്റർ എന്ന് കിട്ടി. ഇനി എന്താണ് വേണ്ടത്, AB കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ AB is equal to AD plus BD, or that is equal to 3 root 3 plus 3 is equal to 3 into root 3 plus 1 meter. അപ്പോൾ നമ്മളുടെ ഫൈനൽ ആൻസർ എത്രയാണ്, 3 into root 3 plus 1 meter ആണ്. ഇനി നമുക്ക് നെക്സ്റ്റ് 3 മാർക്ക് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം കേട്ടോ. So this is our next 3 mark question. ഇതൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ, ഒരു ഫ്ലൈറ്റിന്റെ ക്വസ്റ്റ്യൻ. എപ്പോഴെങ്കിലൊക്കെ നിങ്ങൾ ഈ ഒരു ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ടാവും. 2022 സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുള്ളതാണ്. നമുക്ക് നോക്കി നോക്കാം. An aeroplane when flying at a height of 3125 meter from the ground passes vertically below another plane at an instant when the angle of elevation of the two planes from the same point on the ground are 30 degree and 60 degree respectively. അതായത് രണ്ട് പ്ലെയിൻ ഉണ്ട് കേട്ടോ. ഒരു പ്ലെയിൻ എന്താണ്, ഗ്രൗണ്ട് ലെവലിൽ നിന്ന് 3125 മീറ്ററിൽ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഇങ്ങനെ പറന്നുകൊണ്ടിരിക്കുകയാണ്. അതാണ് ഗ്രൗണ്ടിൽ നിന്ന് 3125 മീറ്ററിൽ ആദ്യം എന്ത് ചെയ്യുന്നു, ഒരു പ്ലെയിൻ ഇങ്ങനെ, ഒരു എയ്റോപ്ലെയിൻ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ദിസ് പ്ലെയിൻ ഇസ് ജസ്റ്റ് വെർട്ടിക്കലി ബിലോ അനദർ പ്ലെയിൻ. ഓക്കെ, അപ്പോൾ വെർട്ടിക്കലി ബിലോ ആണ്. അപ്പൊ ഇതിന്റെ മുകളിൽ എന്ത് ചെയ്യുന്നുണ്ട്, വേറൊരു പ്ലെയിനും എന്ത് ചെയ്യുന്നുണ്ട്, ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ദിസ് ഇസ് ഗ്രൗണ്ട്. ഇതാണ് നമ്മളുടെ ഗ്രൗണ്ട് ലെവല്. ഇതിൽ നിന്ന് 3125 മീറ്റർ അബവ് ഒരു പ്ലെയിൻ, ഒരു ഫ്ലൈറ്റ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. വിച്ച് ഇസ് ആൾസോ വെർട്ടിക്കലി ബിലോ അനദർ ഫ്ലൈറ്റ്. ഓക്കെ, അപ്പൊ ഈ ഒരു ഫ്ലൈറ്റിന്റെ തൊട്ട് മുകളിൽ എന്ത് ചെയ്യുന്നുണ്ട്, വേറൊരു ഫ്ലൈറ്റും കൂടെ എന്ത് ചെയ്യുന്നുണ്ട്, പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ,
ഈ ഒരു കോമൺ പോയിന്റിൽ നിന്ന് ആംഗിൾ ഓഫ് എലിവേഷൻ ആണ് പറഞ്ഞിട്ടുള്ളത് ടു ബോത്ത് ദ ഫ്ലൈറ്റ്സ്. ഓക്കെ, അപ്പൊ ഒരു കോമൺ പോയിന്റിൽ നിന്ന് രണ്ട് ഫ്ലൈറ്റിലേക്കുള്ള ആംഗിൾ ഓഫ് എലിവേഷൻ ആണ് പറഞ്ഞിട്ടുള്ളത്. 30 degree is corresponding to the flight which is moving at a height of 3125 meter. അതാണ് ഈ റെസ്പെക്റ്റീവ്ലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, ദാറ്റ് മീൻസ് 30 ഡിഗ്രി ആംഗിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3125 മീറ്റർ അബവ് ഫ്ലൈ ചെയ്യുന്ന ഫ്ലൈറ്റിലേക്കും 60 ഡിഗ്രി ആംഗിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഫ്ലൈറ്റിൽ മുകളിൽ പോകുന്ന ഫ്ലൈറ്റിലേക്കാണ്. അതാണ് ഈ റെസ്പെക്റ്റീവ്ലി. ഇപ്പൊ 3125 മീറ്റർ കറസ്പോണ്ടിങ് ടു 30 ഡിഗ്രി ആൻഡ് വേറൊരു ഫ്ലൈറ്റ് അതിന്റെ മുകളിൽ കൂടെ പോകുന്നുണ്ട്. ആ ഒരു ഫ്ലൈറ്റിലേക്കുള്ള ആംഗിൾ ഓഫ് എലിവേഷൻ ആണ് 60 ഡിഗ്രി പറഞ്ഞിട്ടുള്ളത്. നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ഫൈൻഡ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ടു പ്ലെയിൻസ്. ഈ രണ്ട് പ്ലെയിനിലേക്കുള്ള ഡിസ്റ്റൻസ്, ഈ രണ്ട് പ്ലെയിൻ തമ്മിലുള്ള ഡിസ്റ്റൻസ് എത്രയാണെന്നാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ദാറ്റ് മീൻസ് CD ആണ് നമുക്ക് ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഈ ഫിഗർ കറക്റ്റ് ആക്കി വരച്ചാൽ മാത്രമാണ് നമുക്ക് ഇതിന്റെ അനാലിസിസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ എന്താണ് ഗ്രൗണ്ട് ലെവൽ? ഗ്രൗണ്ട് ലെവലിൽ നിന്ന് ഇത്രയും ഹൈറ്റിൽ ഒരു ഫ്ലൈറ്റ് പോകുന്നു, അതിന്റെ മുകളിൽ വേറൊരു ഫ്ലൈറ്റ് പോകുന്നു. ഈ രണ്ട് ഫ്ലൈറ്റിലേക്കും ഒരു കോമൺ പോയിന്റിൽ നിന്ന് ആംഗിൾ ഓഫ് എലിവേഷൻസ് ഉണ്ടാക്കുന്നു. അതേമാതിരി തന്നെ ഈ ആംഗിൾ മാർക്ക് ചെയ്യുന്നതും കറക്റ്റ് തന്നെ മാർക്ക് ചെയ്യണം കേട്ടോ. സോ വി ആർ ഗോയിങ് ടു ഇൻ ട്രയാങ്കിൾ ABC. നമുക്ക് ആക്ച്വലി ഈ ഒരു പോയിന്റും ഈ ഒരു ഫ്ലൈറ്റിന്റെ ഈ ഗ്രൗണ്ട് ലെവലും തമ്മിലുള്ള ഡിസ്റ്റൻസ് അറിയാത്തത് കൊണ്ട് നമ്മൾ AB Y ആയിട്ട് റെപ്രസെന്റ് ചെയ്യുന്നു കേട്ടോ. സോ ഇൻ ട്രയാങ്കിൾ ABC വി ക്യാൻ റൈറ്റ് BC by AB is equal to tan 30. BC എത്രയാണ്? ഇറ്റ് ഇസ് 3125. ഡിവിഷൻ AB is equal to tan 30 എത്രയാണ്? 1/√3 ആണ്. ആകെ ഈ ഒരു ഫിഗർ വരയ്ക്കാനുള്ള ഒരു ബുദ്ധിമുട്ടേ ഉള്ളൂ. ബാക്കി അനാലിസിസ് ഒക്കെ ഇങ്ങനെ 2 ട്രയാങ്കിളോ 3 ട്രയാങ്കിളോ എടുക്കുക. ആ ഒരു അനാലിസിസ് ഇതേമാതിരി തന്നെ ചെയ്തു കഴിഞ്ഞാൽ ഇതുവരെയുള്ള എല്ലാ ക്വസ്റ്റ്യൻസിലും നമ്മൾ ഇങ്ങനെ തന്നെയാണ് ചെയ്തിട്ടുള്ളത് അല്ലെ. അപ്പൊ ആ ഒരു ഫിഗർ മാത്രം നിങ്ങൾ കറക്റ്റ് ആക്കി വരച്ചാൽ മതി. ബാക്കി അനാലിസിസ് ഒക്കെ അതിൽ നിന്ന് തന്നെ വഴിയെ വന്നോളും. ഓക്കെ, അപ്പൊ ആ ഒരു ഫിഗർ വരയ്ക്കാനുള്ള ഒരു മെത്തേഡ് നിങ്ങൾ എന്ത് ചെയ്യുക, അറിഞ്ഞു വെക്കാം. 3125√3 മീറ്റർ ഇസ് ഈക്വൽ ടു AB. അപ്പൊ AB നമുക്ക് എന്താന്ന് കിട്ടി? 3125√3 മീറ്റർ ആണ് കിട്ടി. നെക്സ്റ്റ് നമുക്ക് എന്താണ് വേണ്ടത്? ആക്ച്വലി വി ഹാവ് ടു ഫൈൻഡ് CD ആണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് അല്ലെ. സോ ഇൻ ട്രയാങ്കിൾ ABD വി ഗെറ്റ് BD by AB is equal to tan 60 അല്ലെ. BD by AB is equal to tan 60 or BD എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? 3125 പ്ലസ് എക്സ് ഡിവിഷൻ AB എത്രയാണ്? 3125√3 is equal to tan 60 എത്രയാണ്? once again √3 ആണ്. സോ ഞാൻ ഈ ക്വസ്റ്റ്യൻ റബ്ബ് ചെയ്യാണ് കേട്ടോ. ഒന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ വി വിൽ ബി ഗെറ്റിംഗ് 3125 പ്ലസ് എക്സ് ഇസ് ഈക്വൽ ടു 3125√3 ഇൻറ്റു √3. അതെന്താണ്? വെറും 3 ആണ് അല്ലെ. ദാറ്റ് ഇസ് 3125 ഇൻറ്റു 3. 3125 ഇൻറ്റു 3 ഓർ എക്സ് ഇസ് ഈക്വൽ ടു 3125 ഇൻറ്റു 3 മൈനസ് 3125 എന്ന് വന്നു. ഓർ എക്സ് ഇസ് ഈക്വൽ ടു ഈ ഒരു 3125ഉം ഈ ഒരു 3125ഉം കോമൺ ആയിട്ട് പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ ഇറ്റ് ഇസ് 3125 ഇൻറ്റു 3 അല്ലെ. 3125 ഇൻറ്റു 3, ആ 3 നമ്മൾ ഇവിടേക്ക് എടുത്തു. 3125 നിന്ന് 3125 പുറത്തേക്ക് എടുത്താൽ 1 ആണ് വരിക. ഓർ എക്സ് ഇസ് ഈക്വൽ ടു 3125 ഇൻറ്റു 2 എത്രയാണെന്നുള്ളത് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കുക. 5 2s എത്രയാണ്? 10 ആണ്. 2 2 4 5 2 6. സോ എക്സ് ഇസ് ഈക്വൽ ടു 6250 മീറ്റർ ആണ് ഈ രണ്ട് ഫ്ലൈറ്റ് തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, അപ്പൊ എത്രയാണ് 3 മാർക്ക് ക്വസ്റ്റ്യൻ. നമുക്കിനി അടുത്ത 3 മാർക്ക് ക്വസ്റ്റ്യൻ ചെയ്യാം കേട്ടോ. സോ ദിസ് ഇസ് അവർ നെക്സ്റ്റ് 3 മാർക്ക് ക്വസ്റ്റ്യൻ. A man standing on the deck of a ship which is 10 meter above the water level observes the angle of elevation to the top of a hill at 60 degree. അതായത് ഒരാള് എന്ത് ചെയ്തേക്കാണ്? ഷിപ്പിന്റെ മുകളിൽ കയറി നിന്നിട്ട് ഒരു ഹില്ലിലേക്ക് നോക്കുകയാണ് ചെയ്യുന്നത്. സോ വാട്ടർ ലെവലിൽ നിന്ന് ഈ ഒരു ഷിപ്പിന്റെ സ്റ്റാൻഡിങ് പൊസിഷന് എത്രയാണ്? 10 മീറ്റർ മുകളിലാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. സോ ദിസ് ഇസ് അവർ വാട്ടർ ലെവൽ
അതിന്റെ ഒരു 10 മീറ്റർ മുകളിൽ നിന്നിട്ട് ഒരാൾ എന്ത് ചെയ്യാണ്, ഒരു ഹില്ലിന്റെ മുകളിലേക്ക് നോക്കുകയാണ്. സോ ദിസ് ഈസ് അവർ ഹിൽ. ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ആംഗിൾ ഓഫ് എലിവേഷൻ 60 ഡിഗ്രിയും അതേമാതിരി തന്നെ ആ ആള് ഹില്ലിന്റെ താഴത്തേക്ക് നോക്കുന്നുണ്ട്. ആംഗിൾ ഓഫ് ഡിപ്രഷൻ എത്രയാണെന്ന് തന്നിട്ടുണ്ട്, 30 ഡിഗ്രി ആണെന്ന് തന്നിട്ടുണ്ട്. യു ഹാവ് ടു ഫൈൻഡ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ഷിപ്പ് ആൻഡ് ദ ഹിൽ. അതായത് ഷിപ്പും ഹില്ലും തമ്മിലുള്ള ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യണം, ദാറ്റ് ഈസ് BD കാൽക്കുലേറ്റ് ചെയ്യണം. ആൻഡ് ഹൈറ്റ് ഓഫ് ദ ഹില്ലിന്റെ ഹൈറ്റ് അതായത് EDയും നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണം. ഓക്കെ, അപ്പൊ ഈ ഒരു ഫിഗർ ഇങ്ങനെയാണ് വരയ്ക്കേണ്ടത്. ഇതാണ് നമ്മളുടെ വാട്ടർ ലെവൽ. അതിൽ നിന്ന് 10 മീറ്റർ എബവ് എന്ത് ചെയ്യാണ്, ഒരാൾ നിന്ന് ഹില്ലിന്റെ ടോപ്പിലേക്ക് ഒബ്സർവ് ചെയ്യുന്നു. ആംഗിൾ ഓഫ് എലിവേഷൻ 60 ഡിഗ്രി ആണ്. ഇവിടെ നിന്ന് ആള് ഹില്ലിന്റെ ബോട്ടത്തിലേക്ക് ഒബ്സർവ് ചെയ്യുന്നു. ആംഗിൾ ഓഫ് ഡിപ്രഷൻ 30 ഡിഗ്രി ആണ്. നമ്മൾ ആ 30 ഡിഗ്രി ഇങ്ങോട്ടേക്ക് മാറ്റി എഴുതുന്നു. ഓക്കെ, നമുക്ക് ഇവിടെ 2 ട്രയാങ്കിൾ ആണുള്ളത്. ഒന്ന് ABD എന്ന് പറഞ്ഞിട്ടുള്ള ട്രയാങ്കിൾ. സോ ഇൻ ട്രയാങ്കിൾ ABD, AB ബൈ BD എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് ബൈ അഡ്ജസന്റ് എന്നാണ്, ടാൻ ആണ്. AB 10 ആണെന്ന് അറിയാം. BD എത്രയാണെന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യുക. tan 30 എത്രയാണ്, 1/√3 ആണ്. സോ BD ഈക്വൽ ടു 10√3 മീറ്റർ. BD എത്രയാണോ കിട്ടുന്നത് അത് തന്നെയായിരിക്കും നമുക്ക് എന്ത് കിട്ടുന്നുണ്ടാവുക, ACയും കിട്ടുന്നുണ്ടാവുക കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് അടുത്ത ട്രയാങ്കിൾ എടുക്കാം. ദാറ്റ് ഈസ് ട്രയാങ്കിൾ ACE. ഇൻ ട്രയാങ്കിൾ ACE നമുക്ക് എന്താണ് എഴുതാൻ പറ്റുന്നത്, EC by AC. EC by AC is equal to tan 60 or EC equal to AC into tan 60 or EC equal to AC എത്രയാണ്, 10√3 ആണ്. tan 60 എത്രയാണ്, again √3 ആണ്. സോ √3 into √3 3, 10 into 3 എത്രയാണ്, 30 മീറ്റർ ആണ് വരുന്നുണ്ടാവുക. ഓക്കെ, നമ്മളോട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത് ED ആണ്. ദഫു ED എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, EC plus CD ആണ്. ദാറ്റ് ഇസ് 30 പ്ലസ് CD എത്രയാണ്, AB തന്നെയാണ് അല്ലെ. ദാറ്റ് ഇസ് 30 പ്ലസ് 10 ദാറ്റ് ഇസ് ഈക്വൽ ടു 40 മീറ്റർ. അപ്പൊ ഇതാണ് നമ്മളുടെ എന്ത് വരുന്നുണ്ടാവുക, ഹൈറ്റ് ഓഫ് ദ ഹില്ല് 40 മീറ്ററും ഡിസ്റ്റൻസ് എത്രയാണ് കിട്ടിയിട്ടുള്ളത്, 10√3 മീറ്ററും ആണ്. ഓക്കെ, അപ്പൊ അത്രയേ ഉള്ളൂ നമ്മളുടെ ഈ ഒരു സെഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നെക്സ്റ്റ് നമുക്ക് 4 മാർക്ക് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. അപ്പൊ ഇത്രയേ ഉള്ളൂ 3 മാർക്ക് ക്വസ്റ്റ്യൻസ്. 3 മാർക്ക് ക്വസ്റ്റ്യൻസ് ഇത്രയെന്ന് ഉദ്ദേശിച്ചിട്ടുള്ളത്. ഇനി ഇതിൽ പുറമേ ഉള്ളതൊക്കെ ടെക്സ്റ്റ് ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെയാണ്. അതായത് ടെക്സ്റ്റിലത്തെ ഫിഗേഴ്സ് വരുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെയാണ് വീണ്ടും ചോദിച്ചിട്ടുള്ളത്. അതുകൊണ്ട് നമ്മൾ അത് വീണ്ടും ഇവിടെ ഡിസ്കസ് ചെയ്യുന്നില്ല. നമുക്ക് ഇനി നെക്സ്റ്റ് 4 മാർക്ക് ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം കേട്ടോ. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ബൈ, താങ്ക് യു.